വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനം അത് പത്രങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കേരളവും ചർച്ച ചെയ്യുന്ന ഒരു പ്രതികരണമായി ആ ലേഖനം മാറുകയാണ്. മുസ്ലിം ലീഗ് ഈ ലേഖനത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. ശശി തരൂരിന്റേത് മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവൃത്തിയെന്ന് ലീഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ലേഖനമെന്നും അണികളിൽ ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. എതിർപ്പ് പരസ്യമാക്കി പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണും. അതേസമയം ലേഖനത്തിൽ CPIMന്റെ നിലപാട് മാറ്റമാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് തരൂർ വിശദീകരിച്ചു. വിവരങ്ങളുമായി മുബഷിർ പി അക്ബറും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ആദ്യം മുബഷീറിലേക്ക്. മുബഷീർ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2026 സംസ്ഥാന ഭരണം പിടിക്കാനായി UDF കാത്തുകാത്തിരിക്കുമ്പോഴാണ് ശശി തരൂർ ഇപ്പോഴത്തെ വ്യവസായമൊക്കെ കൊള്ളാം, നയമൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുകഴ്ത്തൽ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതുന്നു. അത് കഴിഞ്ഞ് നൽകുന്ന സൗണ്ട് ബൈറ്റിൽ ഇന്നലെ അതൊന്നുകൂടി ഉറപ്പിക്കുന്നു. CPIMനും LDFനും വലിയ സന്തോഷമാക്കിയ ആ പ്രവൃത്തി അത് ലീഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിലവിൽ UDF മുന്നണിയിൽ ശേഷം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി 10:15 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരമൊരു ലേഖനത്തിലൂടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതിലൂടെ അണികൾക്കിടയിൽ അത് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. അനുകൂലമായൊരു സാഹചര്യം UDFനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായി ഇവിടെ നിലനിൽക്കുന്ന വ്യവസായ അന്തരീക്ഷം വളരെ നല്ലതാണെന്നും സംരംഭകരെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ലേഖനത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരിക്കും പി.കെ. കുഞ്ഞാലിക്കുട്ടി നടത്തുക എന്നുള്ളതാണ് വിശേഷം. അദ്ദേഹം മുൻ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കൂടിയായിരുന്നു. ആ തരത്തിൽ അത് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൽ മുസ്ലിം ലീഗിന് ഒരു അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടിയാകണം ശശി തരൂർ ആ ഒരു പരസ്യ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ കാലഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വ്യവസായ വകുപ്പ് മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോരാ. അദ്ദേഹം ആ ഒരു ലേഖനം എഴുതി അത് പ്രസിദ്ധീകരിച്ചതിലൂടെ വലിയ ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിശേഷം UDF മുന്നണിയെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മുതിർന്ന നേതാവിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് ശശി തരൂരിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച UDFനെ സംബന്ധിച്ച് അനുകൂലമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പുകഴ്ത്തുന്ന രീതിയിലായി പോയി ശശി തരൂരിന്റെ ആ ഒരു ലേഖനം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. എന്തായാലും പി.കെ. കുഞ്ഞാലിക്കുട്ടി ഏത് ഭാഷയിലാവും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. സുജയ പാർവതി. ഓക്കെ മുബഷീർ, നമുക്ക് റോഷിപാലിലേക്ക് ഒന്ന് പോകാം. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നേടിയ വ്യവസായ സാങ്കേതിക വിദ്യ പുരോഗതി പരാമർശിക്കാത്തത് മനഃപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 6 മണിക്കൂർ മുൻപ്, അതായത് കൊച്ചി വെളുപ്പാങ്കാലത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മുബഷീർ സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം വരുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വിശദീകരണം ഫേസ്ബുക്കിൽ മുൻപേ ഇട്ടതാണോ തരൂർ? സുജയ, ശശി തരൂരിൻ്റെ ഈ ലേഖനം കോൺഗ്രസിനെയും UDFനെയും ഒരുപോലെ വെട്ടിലാക്കി. അതിന് പിന്നാലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ UDF നേതാക്കളൊക്കെ വിമർശനവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. കടുത്ത എതിർപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തരൂർ ഒന്ന് നിലപാട് മയപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും ആന്റണി സർക്കാരിൻ്റെയും കാലത്തെ വ്യവസായ നയത്തെ ഇപ്പോൾ പ്രശംസിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തരൂരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് തരൂരിന് ചുവപ്പ് പരവതാനി വിരിച്ചത് അന്ന് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗ് വിവിധ പരിപാടികൾക്ക് വേദിയൊരുക്കി ശശി തരൂരിനെ വരും മുഖ്യമന്ത്രിയായി, ഒരു ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം വരെ നടത്തിയതാണ്. ഇടക്കാലത്ത് ഇസ്രയേലിനെ അനുകൂലിച്ച് ശശി തരൂർ നടത്തിയ പ്രസ്താവനയാണ് പിന്നീട് ഒരു വിടവുണ്ടാക്കിയത്. ലീഗും തരൂരും തമ്മിലുള്ള വിടവുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും തരൂരിനെ മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷ തരൂരിലുണ്ട്. ആ ഒരു പ്രതീക്ഷ തകർക്കുന്ന രീതിയിലാണ് ഈ ലേഖനം എന്ന
വിലയിരുത്തലാകാം ഒരുപക്ഷേ ഇന്നലെ ആശയവിനിമയം നടന്നിട്ടുണ്ടാകാം മുസ്ലിം ലീഗ് പ്രതിനിധികളുമായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകാം തരൂർ കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും AK ആന്റണി സർക്കാരിൻ്റെയും കാലത്തെ വ്യവസായ നയങ്ങൾ, അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻവെസ്റ്റർ മീറ്റ്, അങ്ങനെ ആ ജിമ്മിനെ കുറിച്ചടക്കം അതായത് PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി എന്ന നിലയിൽ സൂപ്പർ ആയിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അത് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശശി തരൂർ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 42 ആയിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടും ഏകദേശം 7 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. അതായത് പുലർച്ചെയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് എന്ത് പറയും എന്നതറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. നമ്മൾ ഈ പ്രഭാത വാർത്ത തുടരുന്നതിനിടയിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം.